ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പ്രബിനെ RCC കൊണ്ടുപോയി. രാവിലെ തന്നെ കൊണ്ടുപോയി, 4 മണിയായപ്പോൾ കൊണ്ടുപോയി. നല്ല പനിയായിരുന്നു, ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു. അപ്പോൾ 4:30 ആയപ്പോൾ RCC കൊണ്ടുപോയി നമ്മളിവിടെ നിന്ന്. അങ്ങനെ അവിടെ കൊണ്ടുപോയി 6 മണിയായപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു, ECG എടുത്തു, എക്സ്റേ എടുത്തു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവന് ഇൻഫെക്ഷനാണ് ആയിരിക്കുന്നത്, കൗണ്ടും അല്പ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു അതിനുള്ള മെഡിസിനൊക്കെ എടുത്ത് ഇന്നലത്തെ പോലെ തന്നെയാണ് പനി. വീണ്ടും ഇന്ന് ഉച്ചയായപ്പം വീണ്ടും പനി വന്നു. അപ്പോൾ വീണ്ടും ഒരു പാരസെറ്റമോളിൻ്റെ മെറ്റിൽ അവന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങളോട് വീഡിയോ ഇടുന്നവരെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും പാറശാല ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാറശാല ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ അവർ എഴുതി തന്നിട്ടുണ്ട്. നാളെ OPയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ ഇനി രാവിലെ 9 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് OPയിലെ ഡോക്ടറെ കാണിച്ച് അഡ്മിറ്റ് ആക്കണം. അപ്പോൾ എത്ര ദിവസം അഡ്മിറ്റ് ആയിരിക്കേണ്ടി വരുമെന്നറിയില്ല, ഒരു 2-3 ദിവസമായിരിക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുക. പൂർണ്ണമായിട്ടും അവൻ്റെ ശരീരത്തിൽ നിന്ന് ഇൻഫെക്ഷൻ വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ ആ ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് അവൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറണം, എന്നാലേ ഈ ഒരു പനി അവനെ വിട്ട് കംപ്ലീറ്റ് മാറുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രവീണിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് RCCയിൽ ഇരുന്ന സമയത്ത് ഞാനൊരു ഷോർട്സ് വീഡിയോസ് ഇട്ടു. അപ്പോൾ അതും നിങ്ങളെല്ലാവരും കണ്ടു. അവന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ, ഉറക്കമില്ലായിരുന്നു. ഇന്നലെ ഒന്നും നല്ല ഉറക്കമില്ല, അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്ന് ഇത്തിരി ഉറങ്ങണം നേരത്തെ. അപ്പോൾ നാളെ വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം അഡ്മിറ്റ് ആക്കാൻ. അതുകൊണ്ട് നല്ലപോലെ ഇന്നൊന്ന് ഉറങ്ങണം കേട്ടോ. അതാണ് ഞാൻ വീഡിയോയിൽ തന്നെ എൻ്റെ മൂന്നിനെ എനിക്ക് കാണുമ്പോൾ ഒരുമാതിരിയായി, കണ്ണൊക്കെ നല്ല പുഴിഞ്ഞ് തീരെ ഉറക്കക്ഷീണത്തിൻ്റെ ഇതാണ് കേട്ടോ. അങ്ങനെ കരഞ്ഞതും ഉറക്കക്ഷീണത്തിൻ്റെയാണ് കേട്ടോ, രണ്ടും ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ട് അവന് നല്ലൊരു മാറ്റം ഉണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ പനി ലൈറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പാരസെറ്റമോളിൻ്റെ മെറ്റിൽ കൊടുത്തതിന് ശേഷം ഇതുവരെ പനി വന്നിട്ടില്ല. ഉച്ചയ്ക്ക് 2 മണിക്കാണ് അത് കൊടുക്കുന്നത് കേട്ടോ. രാത്രി മൊത്തം പനിയായിരുന്നു. രാവിലെ ചെന്നപ്പോഴും അവർ പാരസെറ്റമോളിൻ്റെ ഇഞ്ചക്ഷനാണ് കൊടുത്തത്. അത് കാരണം അവനാണെങ്കിൽ പനി കുറച്ച് നേരം കഴിഞ്ഞപ്പം വിട്ടുമാറി. പിന്നെ ഉച്ചയോടനുബന്ധിച്ച്, അതായത് 11:30-12 മണിയായ സമയത്ത് വീണ്ടും പനി അവൻ്റെ ശരീരത്തിൽ വരികയും 1:30 ആയപ്പോൾ അവന് വിറയൽ തുടങ്ങി. അപ്പോഴാണ് അവർ മെഡിസിൻ എഴുതി തന്നത്. അപ്പോൾ ആ സമയത്താണ് മെഡിസിൻ നമ്മൾ കൊടുത്തതിന് ശേഷം ഇതുവരെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. രാത്രി പനിയൊന്നും ഇരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വലുതാണ്. എനിക്കും എൻ്റെ മോനും ഏറ്റവും വലുത് തന്നെയാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. കുറേ കൂടെ പറയണമെന്നുണ്ട്, എനിക്ക് വയ്യ, ഒട്ടും വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ ബായ് എല്ലാവർക്കും. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ.